നല്ല ഫോട്ടോസ് എടുക്കാൻ കുറെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മളുടെ മൊബൈൽ ഫോട്ടോഗ്രാഫി സീരീസിന്റെ 6th എപ്പിസോഡാണിത്. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ റൂൾ ഓഫ് തേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറെ പേര് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയിൽ റൂൾ ഓഫ് തേർഡ്സ് മാത്രമല്ല, സിമ്മെട്രി, ലീഡിംഗ് ലൈൻസ്, പാറ്റേൺസ്, ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം, ഗോൾഡൻ റേഷ്യോ, അങ്ങനെ കുറെ കോമ്പോസിഷണൽ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു റൂൾ ഓഫ് തേർഡ്സ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളുടെ ഫ്രെയിമിനെ ഒരു ഈക്വൽ 9 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ വരുന്ന ജോയിന്റ്സിൽ അല്ലെങ്കിൽ ഈ ലൈൻസിലൊക്കെ നമ്മൾ സബ്ജക്റ്റ് വരുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സിൽ എവിടെയെങ്കിലും ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് എനേബിൾ ചെയ്താൽ മതി. പിന്നെ ഗൂഗിളിൽ പോയിട്ട് റൂൾ ഓഫ് തേർഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തെടുത്ത കുറെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റൂൾ ഓഫ് തേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് മനസ്സിലാവും. എന്ന് വെച്ച് ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അല്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ ഒരു ബിഗിനർ ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ റൂൾ ഓഫ് തേർഡ്സ് ആണെങ്കിലും അതെല്ലാം ആദ്യം പറഞ്ഞ കുറേ റൂൾസ് ആണെങ്കിലും അതൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി കോമ്പോസിഷൻ മെത്തേഡ്സ് ഒക്കെ അപ്കമിങ് വീഡിയോസിൽ പറയുന്നുണ്ട്. സോ ലൈഫ് ഓഫ് GK എന്ന് പറയുന്ന ഈ ഒരു പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. സീ യു സൂൺ.